രാജ്യം രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ചു. അത് BJPക്ക് മനസ്സിലായി. അതിനോടൊപ്പമാണ് മഹാരാഷ്ട്രയിലെ ക്രമക്കേടുകൾ അത് പുറത്തുകി വരുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഇന്ത്യ സഖ്യത്തോടെ പരാജയപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ NDA വിജയിക്കുന്നു, ഗവൺമെന്റ് ഉണ്ടാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 5 മാസം കൊണ്ട് ലക്ഷക്കണക്കിന് പുതിയ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തതിനെ തുടർന്നാണ് ഈ അട്ടിമറി സംഭവിച്ചത്. ഇവരാരായിരുന്നു? ഇവരെവിടെ നിന്ന് വന്നതാ? ഇവരെങ്ങനെയാണ് വോട്ടർമാരായത്? അതൊക്കെ ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ല. അത് ഒരു രണ്ടാമത്തെ സംഭവം. അതിനുശേഷമാണ് വോട്ട് അധികാർ യാത്ര ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. അതൊരു വലിയ വിജയമായിട്ട് മാറി. ജനങ്ങള് വലിയ തോതിൽ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് ബീഹാറിലെ ഗ്രാമവീഥികളിൽ തടിച്ചുകൂടുന്നു. വോട്ട് കൊള്ളയിലൂടെ തെരഞ്ഞെടുപ്പുകളിൽ അഴിമതിയും നടത്താനും അങ്ങനെ ജനഹിതത്തെ അട്ടിമറിക്കാനും അതിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോടെ നടന്നത് എന്ന ബോധ്യത്തെ തുടർന്നാണ് ജനങ്ങൾ ഈ റാലിക്ക് വലിയ പിന്തുണയുമായി എത്തിയത്. അപ്പോഴാണ് അതിനെ തടുക്കുക, ചെറുക്കുക, ജനങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് തിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇപ്പോഴത്തെ ഈ ഭേദഗതി ബില്ലുമായി വന്നിരിക്കുന്നത്. 5 വർഷം വരെ തടവ് കിട്ടാവുന്ന ഏതെങ്കിലും ഗുരുതരമായ കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റിലാകുന്ന പ്രധാനമന്ത്രിയോ